വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇപ്പം റിസൾട്ട് പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ച് മെച്ചപ്പെട്ട പ്രകടനം പ്രതീക്ഷിച്ചെങ്കിലും ഇപ്പോൾ വലിയ ചരിത്ര ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിക്കും സാഹചര്യം? അതിൽ പ്രധാനമായിട്ടും ഈ ഇലക്ഷൻ്റെ ക്യാമ്പയിനിൽ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അവർ. ഇലക്ഷൻ്റെ ക്യാമ്പയിനിൽ അവർ പൊളിറ്റിക്കൽ ഇഷ്യൂസും വയനാടിൻ്റെ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ അങ്ങനെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം, സെൻസിറ്റീവായിട്ടുള്ള വളരെ വളരെ പേഴ്സണൽ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസിലേക്ക്, ഇമോഷണലായ ഇഷ്യൂസിലേക്ക് ജനങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യത്തിൽ അവർ നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തില്ല, വയനാടിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യില്ല. നിരവധി തവണ LDFും കാൻഡിഡേറ്റും അതിന് ശ്രമം നടത്തിയപ്പോഴൊക്കെ തന്നെ പൊളിറ്റിക്സ് പറയാനില്ല എന്ന് ഓപ്പണായി പറഞ്ഞുകൊണ്ട് സെൻസിറ്റീവായ കാര്യങ്ങളിൽ വൈകാരിക തലത്തിലേക്ക് വോട്ടർമാരെ രൂപപ്പെടുത്താനുള്ള ശ്രമം വളരെ ആസൂത്രമായി നടന്നു. അതവർ വിജയിച്ചു. അതിൻ്റെ വിജയം അവർക്കുണ്ടായിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്ത് സെൻസിറ്റീവായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ ഒരു വൈകാരിക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ ആണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ കുറഞ്ഞ വോട്ടുകൾ നോക്കുമ്പോൾ ഏറെക്കുറെ 70,000-ഓളം വോട്ടുകളുടെ കുറവാണ് LDF ഉണ്ടായിട്ടുള്ളത്. BJPക്ക് 30,000 കുറഞ്ഞു, കോൺഗ്രസിന് ഒരു 25,000 വോട്ട് കുറഞ്ഞില്ല. പക്ഷേ ഇത്ര ഏറ്റവും അധികം വോട്ട് കുറഞ്ഞു പോയിരിക്കുന്നത് LDFനാണ്. അത് LDFും LDFിലെ പാർട്ടികളും അത് എന്താണെന്നുള്ള പരിശോധിക്കുന്നത്. എന്താണ് കുറയാൻ കാരണം? വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിൽ LDFിൻ്റെ വോട്ടിൽ പോൾ ചെയ്യുന്നതിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പൊളിറ്റിക്കലായി സംഘടനാപരമായി LDFും LDFിലെ ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ അത് ഗൗരവമായി പരിശോധിക്കും. നേരത്തെ 2014 താങ്കൾ മത്സരിക്കുമ്പോഴായിരുന്നു LDFിൻ്റെ ഈ വയനാട് മണ്ഡലത്തിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനം. ഇക്കുറി ആ രീതിയിലുള്ളൊരു പ്രചരണം, ഭേദപ്പെട്ട ഒരു പ്രചരണ പ്രവർത്തനം താഴെത്തട്ടി നടന്നു. LDFിൻ്റെ ക്യാമ്പയിൻ നന്നായി പോയിട്ടുണ്ട്. LDFിൻ്റെ സംഘടനാ മിഷനറി അടിസ്ഥാനത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് ആണ് ഈ വൈകാരിക ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് വളരെ സെൻസിറ്റീവായിട്ടായിരുന്നു. എന്നുവെച്ചാൽ പ്രിയങ്ക ഗാന്ധിയുടെ ഫാമിലിയുടെ ഒരു ത്യാഗങ്ങൾ, രാജീവ് ഗാന്ധിയുടെ, ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം, ഇത്തരം വിഷയങ്ങളിലേക്കാണ് അവിടെ ഫോക്കസ് ചെയ്യപ്പെട്ടത്. ആ വൈകാരിക തലത്തിൽ പ്രിയങ്ക ഗാന്ധി എന്ന ആ ഒരു പ്രത്യേക തരത്തിൽ ഉള്ള ഒരു ഇമേജ് ജനങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചു. അങ്ങനെയാണ് ആ മാറ്റം വന്നിട്ടുള്ളത്. ഈ വൈകാരികത്തിൽ LDFിൻ്റെ പ്രവർത്തനമടക്കം വീണുപോയോ? അത് ഇപ്പോൾ പരിശോധിക്കേണ്ടതാണ്. അതൊരു LDFിൻ്റെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ടോ, വേണ്ടത്ര ബൂത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് LDF ഘടക പാർട്ടികളും പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അതിന് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ വൈകാരിക തലത്തിൽ ജനങ്ങളുടെ മനസ്സിനകത്ത് സ്വാധീനം ചെലുത്തുകയാണ്. ഇതിൽ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് ഏറെക്കുറെ 2,11,000 വോട്ടാണ് സത്യമുഖർക്ക് കിട്ടിയിരിക്കുന്നത്. BJPക്ക് ഏതാണ്ട് 1,10,000 വോട്ട് അവർക്ക് പിടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പം LDFിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വോട്ട് വിഹിതമായിട്ട് നോക്കുമ്പോൾ മറ്റു കക്ഷികളെ സംബന്ധിച്ച് ആകെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പരിക്ക് ഏറ്റവും കൂടുതൽ പറ്റിയത്, നിങ്ങളൊക്കെ വോട്ടുണ്ടെന്ന് വരെ പറഞ്ഞിരിക്കുന്ന LDFിൻ്റെ വോട്ട് അത്ര LDFിന് കിട്ടിയെന്ന് ആത്മവിശ്വാസമായിട്ട് പ്രകടിപ്പിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഫലം നിങ്ങളെ സംബന്ധിച്ച് ഒരു അമ്പരപ്പിക്കുന്ന ഒരു കണക്കാണ്? അമ്പരപ്പിക്കുന്നതായിട്ട് തോന്നുന്നില്ല. LDFിന് കിട്ടേണ്ട വോട്ട്, പോൾ ചെയ്യേണ്ട വോട്ട് എത്രത്തോളം പോൾ ചെയ്യാതിരുന്നിട്ടെന്ന് എന്ന കാര്യം LDF പാർട്ടികൾ ഗൗരവമായി പരിശോധിക്കും. അതാണ് അതിനെക്കുറിച്ച് പറയാൻ. ഈ പ്രിയങ്കയ്ക്ക് അവർ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് അവകാശപ്പെടുന്ന ഭൂരിപക്ഷത്തിലേക്ക് അവർ പോകില്ല എന്ന് കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞിരുന്നു. ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ജയിക്കുമെന്ന് താങ്കൾ ഞാൻ ജനങ്ങളെ ഇങ്ങനെ വൈകാരികമായി ഡൈവേർട്ട് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ചാൽ നമ്മളത് പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വയനാടിൻ്റെ ഡെവലപ്മെൻറ്റ് ഇഷ്യൂവിലും കോൺഗ്രസ് എടുത്തിട്ടുള്ള, UDF എടുത്തിട്ടുള്ള സമീപനങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിനെ അവർ മനസ്സിലാക്കിക്കൊണ്ടാണ്, അപകടകരമായ സാഹചര്യത്തിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ AICCയുടെ എൻ്റയർ ലീഡർഷിപ്പ്, അതിൻ്റെ എല്ലാവരും പ്രവർത്തക സമിതിയിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ക്യാമ്പ് ചെയ്ത് അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന നിലക്ക് അവർ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് പൊളിറ്റിക്സ് വേണ്ട, ഡെവലപ്മെൻറ്റ് ഇഷ്യൂ വേണ്ട, അതിന് മറികടക്കാനുള്ള, ജനങ്ങളെ മയക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ ഇമോഷണലായിട്ട് നെഹ്റു ഫാമിലിയുടെ ട്രഡീഷനും പാരമ്പര്യങ്ങളും അവരുടെ ത്യാഗങ്ങളും, രാജീവ് ഗാന്ധിയുടെയും
ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വമൊക്കെ തന്നെ ആണ് അവർ വീടുകളെത്തിച്ചത്. അതിനകത്ത് പ്രിയങ്കാ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഇമേജ്, ആ ഇമേജ് ഒരു ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ വല്ലാതെ സ്വാധീനം ചെയ്തിട്ടുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് പൊളിറ്റിക്കലായ ഇഷ്യൂസ് ഉയർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഡെവലപ്മെൻറ്റ് ഇഷ്യൂസും അങ്ങനെ അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. അവർ അതിനെ മറികടന്നു, അതിൽ വിജയിച്ചു. CPM പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. CPM സജീവമായിരുന്നു. LDF സജീവമായിരുന്നു. CPM ആത്മാർത്ഥത്തിൽ തന്നെ പ്രചരണത്തിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. CPM സജീവമായിരുന്നു. LDF സജീവമായിരുന്നു. LDF സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു ബൈ-ഇലക്ഷൻ അടിച്ചേൽപ്പിച്ചിട്ട് പോലും UDF വലിയ ഭൂരിപക്ഷം നേടാൻ സാധിച്ചു എന്നുള്ളത് അത് LDF സംബന്ധിച്ചൊരു വലിയ ചുമതലയാണ്. ഞാനതുകൊണ്ട് പറഞ്ഞല്ലോ, ഈ വയനാടിൽ 4 ലക്ഷത്തിലധികം വോട്ടിനൊരിക്കൽ രാഹുൽ ഗാന്ധി വിജയിച്ചാണല്ലോ. എനിക്ക് 19,000-20,000 താഴെ വോട്ടിന് ഞാൻ പരാജയപ്പെട്ടൊരു ഘട്ടത്തിൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിലധികം വോട്ടുകൾ UDF അവിടെ ജയിച്ചിട്ടുള്ളതാണ്. പുതിയ കാര്യമല്ലല്ലോ. നേരത്തെ അവർ 4 ലക്ഷത്തിലധികം വോട്ട് ജയിച്ചിട്ടുള്ളതാണ്. ആ കാറ്റഗറിയിൽ തന്നെ അവർ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞില്ല. ഞങ്ങൾ പരിശോധിക്കുന്നതല്ലോ. സാധാരണ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് LDF-ന് നേട്ടം ഒരു നെഗറ്റീവ് നേരത്തെ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. LDF-ന് കിട്ടേണ്ട വോട്ട് കിട്ടിയിട്ടുണ്ടോ, അത് കുറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ LDF എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യും. LDF-ലെ പാർട്ടികൾ ഗൗരവമായി അതിനെപ്പറ്റി പരിശോധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണി 2 ഘടകകക്ഷിയാണല്ലോ അവിടെ മത്സരിച്ചത്. അത് ബാധിച്ചു നിങ്ങളെ? ഇന്ത്യ മുന്നണി എന്തിനാണ്? അത് പ്രിയങ്കാ ഗാന്ധി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അവർ അതിന് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ് കടന്നു വന്ന് വിശദീകരിച്ചിരുന്നത്. അത് തന്നെ അതിനകത്ത് തന്നെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളാണ് CPI, CPM, കോൺഗ്രസും അടങ്ങിയ പാർട്ടികൾ. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഈ പാർട്ടികൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ചെന്തിനാ? ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള കമ്മ്യൂണൽ ഫോഴ്സസ്, ഫാസിസ്റ്റ് ഫോഴ്സസിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായി സെക്യുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ഒരു ഉടക്കീഴിൽ അണിനിരക്കുക എന്നുള്ളതാണ്. ആർക്കെതിരായിട്ടാണ്? ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടാണ്. അവിടെ വടക്കേ ഇന്ത്യയിലാണ് അത് ഫൈറ്റ് ചെയ്യേണ്ടത്. UP-യിൽ, അതുപോലെ തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങൾ, കോൺഗ്രസിൻ്റെ ബേസായ സ്ഥലങ്ങളെല്ലാം കൈവശപ്പെടുത്തിയിരിക്കുന്നത് അവരാണ്. അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ലെഫ്റ്റ് മൈൻഡുള്ള ഡെമോക്രാറ്റ്, ഇവിടുത്തെ ജനത തന്നെ 99% അല്ലെങ്കിൽ മോർ ദാൻ 90% ആളുകൾ സെക്യുലർ മൈൻഡുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. ഒരു സീറ്റ് പോലും BJP കേരളത്തിൽ അസംബ്ലിയിലില്ല. അത്ര സ്ഥലത്ത് എന്തിനാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നതിനാണ്? ആ ക്വസ്റ്റ്യൻ അവർ മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഈ റേസ് ചെയ്യണത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് അവരോട് ചോദിച്ചു. ഞാൻ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് തന്നെ വന്ന് ഞങ്ങൾ സംസാരിക്കാൻ ഇടവന്ന സമയത്തും ചോദിച്ചു. അവർ അതിന് സൈലൻ്റായി പഠിക്കുകയായിരുന്നില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു പൊളിറ്റിക്സിന് യോജിച്ചതായിരുന്നില്ല ആ മത്സരം. അത് പൊളിറ്റിക്കലായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അവരുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? CPI അല്ലെങ്കിൽ ലെഫ്റ്റുമായിട്ടുള്ള ഒരു മത്സരത്തിൽ മത്സരിക്കേണ്ടി വന്നത് ഞങ്ങൾ ഫ്രണ്ട്ലി കണ്ടസ്റ്റ് നടത്തുകയാണ് എന്നൊരു പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റിന് വേണ്ടിയാണ് അവരവിടെ വന്നത്. അത് ഒരു ആർഗ്യുമെൻറ്റ്. ഞങ്ങൾ ഒരു ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് ചർച്ചകൾ നടക്കുമ്പോൾ അവർക്ക് ഈസി റെസ് ചെയ്യാം. ഞങ്ങൾ ഒരു ഫ്രണ്ട്ലി കണ്ടസ്റ്റാണ് നടത്തിയത്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ എന്നൊരു ആർഗ്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സാഹചര്യം ഒരുക്കിയത്. അത് ഞങ്ങൾക്ക് മനസ്സിലായതാണ്. ഈ വോട്ടെണ്ണി തുടങ്ങി അധികം വൈകുന്നതിന് മുൻപ് തന്നെ സത്യമാക്കി ബൂത്തിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഇല്ല. ഞാൻ എൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ ഇന്ന് രാത്രി നെടുമ്പാശ്ശേരി ഇന്ന് രാത്രി പുലർച്ചെ പോകേണ്ടതാണ്. അവിടെ ഇന്നലെ രാത്രി ഞാൻ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നലെ കഴിഞ്ഞതിന് ശേഷം രാത്രി വന്ദേ ഭാരതിന് വന്ന് കോഴിക്കോട് 9:30 മണിക്ക് ഉള്ള വന്ദേ ഭാരത്, അത് 10 മണിയായി എത്തി. രാത്രി തന്നെ കൽപ്പറ്റ പോയി ക്യാമ്പ് ചെയ്ത് 1 മണി സമയത്ത് അവിടെ എത്തി. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് 6:45 ഞാൻ കൗണ്ടിംഗ് സ്റ്റേഷനിലെത്തി. 6:45 കൗണ്ടിംഗ് സ്റ്റേഷനിലെത്തി. അവിടെയുള്ള LDF പ്രവർത്തകന്മാരെയും അവിടെയുള്ള ഒഫീഷ്യൽസിനെ എല്ലാം കണ്ട് ഞാൻ പാർട്ടി ഓഫീസിൽ പോയി സഹാക്കളുമായിട്ട് LDFൻ്റെ ആളുകളായിട്ട് സംസാരിച്ച് അങ്ങനെ ഞാൻ പോകുന്നതാണത്. ആ പോകുന്നതിന് ശേഷം എൻ്റെ മീഡിയ ഗ്രൂപ്പിനകത്ത് ഞാൻ ഇന്നടത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറിയിപ്പും കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ നിറഞ്ഞു കാണാം. അല്ല, ഓപ്പണായിട്ടുള്ള കാര്യം, പൊളിറ്റിക്സിൽ ഒളിച്ചോടേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താ ഉള്ളത്? LDFന് എന്താ ഉള്ളത്? അതിൻ്റെ കാര്യം ഞാൻ മെയിൻ പറഞ്ഞത് ഇമോഷണലായി ജനങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കാര്യത്തിൽ അവർക്ക് വിജയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി 2 വട്ടം വിജയിച്ച മണ്ഡലമാണിത്. രാഹുലിന് കിട്ടിയേക്കാൾ മൊത്തത്തിൽ വോട്ട് വിഹിതം നോക്കുമ്പോൾ രാഹുലിനേക്കാൾ കൂടിയ രീതിയിൽ ആകെ പോൾ ചെയ്യപ്പെട്ടതിൽ കൂടിയ പെർസെൻറ്റേജ് പ്രിയങ്കയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്.
ഇത് അത്രയും ഈ ഒരു വൈകാരികമായിട്ടുള്ള തീർച്ചയായിട്ടും അത് തന്നെ വൈകാരിക ഇന്ന് ഈ അതായത് പ്രിയങ്ക ഗാന്ധി എന്ന ഒരു വൈകാരിക മനസ്സ് സൃഷ്ടിച്ചത് വളരെ കാലമായിട്ടുള്ള ക്യാമ്പയിനാണിത്. ഞാൻ ചോട്ടെ, പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള കിറ്റ് വരെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് വിതരണം ചെയ്തു. പാവങ്ങളുടെ ഇടയിൽ കിറ്റ് വരെ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ചരിത്രങ്ങളും കാര്യങ്ങളും അതിനോട് രാജീവ് ഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ദിരാഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്നു, അവരുടെ ട്രഡീഷൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ക്യാമ്പയിൻ പുട്ടപ്പ് ചെയ്തു. പൊളിറ്റിക്കൽ ഇഷ്യൂയെ ഡൈവേർട്ട് ചെയ്തവർ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. പ്രിയങ്ക ഗാന്ധിയോട് ഞാൻ നേരിൽ കണ്ടപ്പം ചോദിച്ചു, നിങ്ങൾ എന്താ പൊളിറ്റിക്സ് പറയാത്തത്? അവർ ചിരിക്കുകയോ ചെയ്തത്. ആരും പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ല, ഒരു ഘട്ടത്തിലും പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ല. പൊളിറ്റിക്സ് പറഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കി. അങ്ങനെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി അവർ വർക്കൗട്ട് ചെയ്തു. പൊളിറ്റിക്സ് പറയാതെ വൈകാരികതയിലേക്ക് ജനങ്ങളെ നയിക്കുക എന്ന ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് അവർ വിജയിച്ചു. അതിനകത്ത് അവർ വിജയിച്ചു. ആ സ്ട്രാറ്റജിയിൽ അവർ വിജയിച്ചു. അത് സമ്മതിക്കുന്നു. ഇല്ലില്ല, ലെഫ്റ്റ് എല്ലാ കാലത്തും പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടേ വോട്ട് ചെയ്യുന്നുള്ളൂ. എല്ലാ കാലത്തും പൊളിറ്റിക്സും ജനങ്ങളുടെ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ആണ് പോവുക. അപ്പോൾ BJP വർഗീയതയാണ് പറയുന്നത്. വർഗീയത പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ഉണ്ടാക്കുക പല ഭാഗങ്ങളിലും. വർഗീയ ശക്തികളെല്ലാം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല പറയുന്നത്, സോഷ്യൽ ഇഷ്യൂസ് അല്ല പറയുന്നത്, കമ്മ്യൂണൽ ആയിട്ടുള്ള ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ അത്തരം നീക്കങ്ങൾക്കെതിരായി കൺസിസ്റ്റൻ്റായ ഫൈറ്റ് ലെഫ്റ്റ് ചെയ്യും. അത് അത്ര എളുപ്പമുള്ള ഫൈറ്റാണ് ഞങ്ങൾ കരുതുന്നില്ല. അതിനകത്ത് പുറകോട്ട് വേണ്ടി ഉണ്ടാവും, പിന്നോട്ട് പോകും, പിന്നോട്ട് തള്ളപ്പെടും. പിന്നോട്ട് തള്ളപ്പെട്ടുമ്പോഴും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ലെഫ്റ്റ് മുന്നോട്ട് തന്നെ പോകും. ഇന്ത്യ മുന്നണി അങ്ങനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ അവർ കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്ത് വിഡ്രോ ചെയ്യുക ചെയ്ത്. അവർ ഫാസിസ്റ്റ് ഫോഴ്സസിനായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാതെ കേരളം പോലുള്ള സെക്യുലർ മൈൻഡ്, മോർ ദാൻ 90% ആളുകൾ സെക്യുലർ മൈൻഡുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അവിടെ വന്നിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അവിടെ പോയി ഫൈറ്റ് ചെയ്യുന്നില്ല ചോദ്യത്തിന് ഇപ്പോഴും പറയുന്നില്ല. 3 സീറ്റിലേക്കും ഫലം തെളിക്കുന്നത് വർഗീയതയ്ക്കുള്ള ആര് സീറ്റാ നേരത്തെ ആരാ ജയിച്ച്? അവർ ജയിച്ചു. അവർ ജയിച്ചു. മറ്റേ സീറ്റ് LDF ജയിച്ചു. ഇത് വയനാട്ടിൽ അവർ ജയിച്ചു. അതിൻ്റെ വ്യത്യാസം എന്താണ്? അതിൻ്റെ വോട്ടിംഗ് അനാലിസിസ് ഒക്കെ വരട്ടെ, അന്നേരം പറയാം. പാലക്കാട് ആരാ ജയിച്ചത്? 3ാം സ്ഥാനത്ത് ആയിക്കോട്ടെ, തള്ളിപ്പോയില്ലോ. BJP 3ാം സ്ഥാനത്തായി. അവരെ കമ്മ്യൂണൽ കാർഡിന് എതിരായിട്ടുള്ളൊരു ജനങ്ങളുടെ വികാരം വന്നല്ലോ ഇവിടെ. അപ്പോൾ തൃശ്ശൂരിലെ ജയം എന്താണ്? മെച്ചപ്പെട്ട ജയം ഉണ്ടായില്ലേ? ഈ വയനാട്ടിലെ ജനവിധി ഏതെങ്കിലും വിധത്തിൽ LDF-നോട് അല്ലെങ്കിൽ നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജനങ്ങളുടെ ഒരു ഗവൺമെന്റിനെതിരായിട്ടൊരു ക്യാമ്പയിൻ അവർ പുട്ടപ്പ് ചെയ്തില്ല ഇവിടെ. അവിടുത്തെ ക്യാമ്പയിൻ്റെ ഫോക്കസ് മുഴുവൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷണൽ ഇഷ്യൂസാണ് ഫോക്കസ് ചെയ്തത്. എത്ര ലീഫ്ലെറ്റുകളാണ് വീടുകളിലേക്ക് പോയത് ഈ പഴയ ചരിത്രം പറഞ്ഞുകൊണ്ട്? ഉണ്ടായിട്ടില്ലല്ലോ. കേരള ഗവൺമെന്റിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ആണെങ്കിൽ പാലക്കാടെയും ഇപ്പം നടന്ന 2 അസംബ്ലി സീറ്റുകളിലേക്ക് റിസൾട്ട് കേരള ഗവൺമെന്റിനെതിരായിട്ട് വിധിയാന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. 4 ലക്ഷത്തിലധികം വോട്ട് ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചതാണ്. ഡിഫറൻസ് ഷാനവാസുമായിട്ട് മത്സരിക്കുന്ന സമയത്ത് 10 വർഷത്തിന് ശേഷം പ്രിയങ്ക വന്ന് അത് 4,10,000 എന്ന വലിയ തോതിലുള്ള ഒരു മാർജിനായിട്ട് മാറുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് പൊളിറ്റിക്സ് പറയുന്നത് അത് വേണ്ടത്ര ആളുകൾ എത്തുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശനത്തോടുകൂടി തന്നെ പൊളിറ്റിക്കൽ സീൻ മാറിയത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി. ഇമോഷണലായ വിഷയങ്ങളിലാണ് ഇപ്പോൾ ജനങ്ങൾ കിടക്കുന്നത്. അത് ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലുള്ളതാണത്. അത് പ്രത്യേകിച്ച് കേരളത്തിൽ അതിന് നല്ല സ്വാധീനമുണ്ട്. കാരണം ഡെമോക്രറ്റിക്കായി ചിന്തിക്കുന്ന ജനവിഭാഗങ്ങളിൽ അത് ഇമോഷൻ കയറുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സീരിയസ് ആയി പരിശോധിക്കും. അത് ഞങ്ങൾ പരിശോധിക്കേണ്ട വിഷയമാണ്. അത്രയും കാര്യങ്ങളുള്ളൂ. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് തെരഞ്ഞെടുപ്പോടുകൂടി അല്ലെങ്കിൽ മറ്റ് 2 നിയമസഭാ സീറ്റോടുകൂടി ലെഫ്റ്റ് പുറകോട്ട് പോയി എന്നൊന്നും ധരിക്കണ്ട. ലെഫ്റ്റ് മുന്നോട്ട് തന്നെ പോകും. ലെഫ്റ്റിൻ്റെ ചുമതലകൾ ലെഫ്റ്റ് ചെയ്യും. കേരള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വിധിയായി തെരഞ്ഞെടുപ്പ് വിധിയെ കാണുന്നേ ഇല്ല. എന്ന് മാത്രമല്ല, കേരള ഗവൺമെൻറ്റിനെതിരായിട്ട് എന്ത് വിധിയാണ് വന്നത്? 4 ലക്ഷം വോട്ടിനൊരിക്കൽ അതിനകം വോട്ടിന് ഇവിടെ രാഹുൽ ഗാന്ധി മുമ്പ് ജയിച്ചേ ഇല്ലേ? അതിപ്പോൾ റിപ്പീറ്റ് ചെയ്തു. വേറെ എന്താ ഉണ്ടായിട്ടുള്ളത്?